ഹലോ. അപ്പോൾ ദേ ഡേ ഇൻ മൈ ലൈഫ് പാർട്ട് 2 ആണ് കേട്ടോ. അപ്പോൾ ദേ പാർട്ട് 1 കാണാത്തവർ അത് പോയി കാണുക. അപ്പോൾ ബാക്കിയാണ് കേട്ടോ, ബാക്കി അതിൻ്റെ ബാലൻസ് വീഡിയോ ആണിത്. ഞാൻ വലിയ വീഡിയോ ആയിട്ട് ഇടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ട് ഇടുന്നത്. അപ്പോൾ ദേ ഞങ്ങൾ കിടന്ന് കളിക്കുകയാണ്. അപ്പോൾ ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ നേരമായി കറണ്ട് പോയിട്ട്. അപ്പോൾ ചേട്ടൻ വന്നു. ഉച്ചയായപ്പോൾ ചേട്ടൻ ഫുഡ് കഴിക്കാൻ വന്നു. ചേട്ടൻ ഇവിടെ വീടിൻ്റെ അടുത്തായിരുന്നു പണി. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നപ്പോൾ ചേട്ടൻ വാതിലുമ്പോൾ തട്ടി വിളിക്കുക ചെയ്തത്. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കോളിംഗ് ബെല്ല് അടിക്കില്ല. അപ്പോൾ ഞാൻ ആദ്യം കേട്ടില്ല. പിന്നെ വാതിൽ തട്ടുന്ന സൗണ്ട് കേട്ടപ്പോൾ ഞാൻ പോയി തുറന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ചേട്ടൻ വന്ന് ചേട്ടൻ കഴിച്ച് ഉണ്ണീൻ്റെ അടുത്ത് കളിക്കുമ്പോഴാണ് ഞാൻ പോയി ഫുഡ് കഴിച്ചത്. അപ്പോൾ ചേട്ടൻ വന്നതും നേരെ ഉണ്ണീൻ്റെ അടുത്തേക്കാണ് പോയത്. ഉണ്ണീൻ്റെ അടുത്ത് വർത്താനമൊക്കെ പറഞ്ഞ് അച്ഛനും മോനും നല്ല വർത്താനം പറച്ചിലായിരുന്നു. അപ്പോൾ വർക്കിംഗ് ഡ്രസ്സ് ഇട്ടിട്ടുള്ള കാരണം മേല് പൊടിയൊക്കെ ആയിരിക്കും. ചേട്ടന് വെൽഡിങ് മണി. അപ്പോൾ അത് കാരണം ചേട്ടൻ ഉണ്ണീനെ എടുത്തില്ല. അത് കഴിഞ്ഞ് ചേട്ടൻ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ച് വന്ന് അവൻ്റെ അടുത്ത് വന്ന് കുറച്ച് നേരം കിടന്നു. എടുത്തൊന്നുമില്ല, കിടന്ന് ഇങ്ങനെ ചേട്ടൻ ഫോണിൽ കളിക്കാം, അവനവിടെ കിടന്ന് കളിക്കുമായിരുന്നു. അപ്പം ഞാനും ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ച് വന്നു. ഫുഡ് കഴിച്ച് വന്നപ്പോൾ അച്ഛനും മോനും ഇങ്ങനെയാണ് കിടക്കുന്നത്. ഈ രംഗമാണ് ഞാൻ കാണുന്നത്. എന്നിട്ട് ഞാനും അപ്പുറത്ത് പോയി കിടന്ന് ഞാനൊരു പ്രസന്ന വീഡിയോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് ചേട്ടൻ പോയപ്പോൾ പിന്നെ ഞാനും ഉണ്ണിയും ഞങ്ങളുടെ കളികൾ അതായിരുന്നു പിന്നെ കേട്ടാ. കുറച്ച് നേരം കിടന്ന് പിന്നെ കളിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ആൾ വൈലൻ്റായി തുടങ്ങി. കുറച്ച് നേരം ആയില്ല കിടന്ന് കളിക്കണു. അപ്പം അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് ഇളകി തുടങ്ങും. അപ്പോൾ പിന്നെ ഉറക്കം വന്നിട്ടാണ് കേട്ടോ. ഉറക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വാശിയാണ്. അപ്പോൾ ഉറക്കം വന്നിട്ടാണ് ഈ അലർച്ച. അപ്പം ഞാൻ അവനെ എടുത്ത് അവനെ പാട്ടൊക്കെ പാടി ഉറക്കി. അപ്പോൾ അവൻ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ അടുക്കളയിൽ കുഞ്ഞു പണി ഉണ്ടായിരുന്നു. കുഞ്ഞു പണിയെന്ന് വെച്ചാൽ അടുക്കള ഒന്നും ഒതുക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുടിക്കാൻ വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ച് വയ്ക്കണം. പാത്രം ഇരിക്കുന്നത് വല്ലതൊക്കെ ഉണ്ടെങ്കിൽ കഴുകി വയ്ക്കുക. അങ്ങനെ അടുക്കളയ്ക്ക് ഒന്ന് തുടച്ചിടുക. അങ്ങനെ കുഞ്ഞു പണി. അപ്പോൾ അവൻ ഉറങ്ങി ആ സമയം നോക്കി ഞാൻ വേഗം പോയി അതൊക്കെ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് അവൻ്റെ അടുത്തേക്ക് പോയപ്പോഴേക്കും അവൻ കണ്ണ് തുറന്ന് ഊഞ്ഞാലിൽ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം എന്നെ കണ്ടപ്പോൾ ആൾക്ക് സങ്കടമായി. അപ്പം ഞാൻ വേഗം എടുത്തിട്ട് ഞാൻ കട്ടിലുമ്മ കിടത്തി അവനെ കളിപ്പിക്കുക കേട്ടാ. അപ്പം നല്ല ചിരി അമ്മ എന്നിങ്ങനെ പറയുമ്പോൾ അവൻ അങ്ങനെ നന്നായി ചിരിക്കും കേട്ടോ. അവന് നല്ല ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ ഞാൻ അവനെടുത്ത് വാഷിംഗ് മെഷീനിൽ തുണിയിട്ടുണ്ടായിരുന്നത് എന്തായി എന്ന് നോക്കാനായിട്ട് പോയി. അപ്പോൾ അത് ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് തോരയിടാനായിട്ട് ഇവനെടുത്തോണ്ടെങ്കിൽ തോരയിടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ആ തുണി എടുത്ത് ബക്കറ്റിൽ എടുത്തിട്ടു. കുറച്ച് തുണി ഉണ്ടായിരുന്നുള്ളൂ, ഒരു ബക്കറ്റിലേക്കുള്ള തുണി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ബക്കറ്റിലേക്ക് ഇട്ടിട്ട് അതിങ്ങനെ അമർത്തി ഇങ്ങനെ ഇടാനായിട്ട് പറ്റണില്ല ഇവനെ പിടിച്ച കാരണം. അപ്പോൾ ഞാൻ 2 ബക്കറ്റിലേക്കായിട്ട് ഇട്ടു. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ വന്നു. അച്ഛന് ചെറിയൊരു പണി ഉണ്ടായിരുന്നു. പിന്നെ ഇവനെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടന്ന് ഇവനെ ഉറക്കം വരുന്നുണ്ട്. ഉറക്കം അങ്ങോട്ട് മതിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ വീടിൻ്റെ ഉള്ളിലൊന്നും ഹുക്കില്ലാത്തതുകൊണ്ട് നിങ്ങളെ വീടിൻ്റെ ഇറയത്ത് ഹുക്കുണ്ട്. അപ്പോൾ അവിടെ തുണിയുണ്ട് സാരിയുണ്ട് ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ അവനെ കൊണ്ടിങ്ങനെ കിടത്തി. അവിടെ അങ്ങനെ കിടത്താറില്ല, കിടത്തുമ്പോൾ നമ്മൾ അവൻ്റെ അടുത്ത് ഉണ്ടാവും, ഉമ്മർത്ത് അവൻ്റെ അടുത്ത് വന്നിരിക്കും. അവൻ എണീക്കണവരെ അവിടെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതിലൊന്നിങ്ങനെ ആട്ടി ഇങ്ങനെ ഉറക്കി.
ഒരു 5 മിനിറ്റ് അത്ര തന്നെ, അതിൽ കൂടുതലൊന്നും അവയിൽ കിടന്നില്ല. ഒരു 5 മിനിറ്റ് ഒന്ന് ഉറങ്ങി. ഉറങ്ങിയപ്പോൾ ഞാൻ അകത്തൊന്നും അടിച്ചിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അച്ഛൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അടിച്ചു വരി കഴിഞ്ഞപ്പോഴേക്കൊക്കെ അവൻ എഴുന്നേറ്റു. പിന്നെ അവന് കുളിക്കണ സമയമായി, വൈകുന്നേരം മേല് കഴുകണ സമയമായി. അപ്പം ഞാൻ കൊണ്ടുപോയി മേല് കഴിപ്പിച്ചു കേട്ടോ. ഈ ബാത്തറിൽ കിടത്തിയിട്ടാണ് ഞാൻ രാവിലെയും വൈകിട്ട് ഇപ്പോൾ കുളിപ്പിക്കാറ്. ആദ്യം എനിക്ക് ഇതിൽ കിടത്തി കുളിപ്പിക്കാൻ പേടിയായിരുന്നു, ഭയങ്കര കരച്ചിലായിരുന്നു ഇതിൽ കിടത്തി കുളിപ്പിക്കുമ്പോൾ. ഇപ്പോഴൊക്കെ കിടന്ന് കുളിക്കുന്നുണ്ട് കുഴപ്പമില്ലാണ്ട്. അങ്ങനെ കുളി കഴിഞ്ഞ് ഞങ്ങൾ അച്ചാച്ചൻ്റെ കയ്യിലിരുന്ന് കുറച്ച് നേരമൊക്കെ കളിച്ചു, പിന്നെ ഉറങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും ഞങ്ങൾ അങ്ങനെ കിടന്നുറങ്ങി കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല, അതൊക്കെ ഞാൻ എടുക്കാനായിട്ട് വിട്ടുപോയി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. എൻ്റെയും അതുമോൻ്റെയും ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഫുള്ള് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരാം കേട്ടോ.